ഹായ് ഫ്രണ്ട്സ്, ഫുഡ്സ് ഓഫ് ഇടുക്കിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നാടൻ ബീഫ് കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പം, ചപ്പാത്തി, പൊറോട്ട, അതല്ലെങ്കിൽ പിടി, ഇതിൻ്റെ എല്ലാം കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു നാടൻ ബീഫ് കറി. എങ്ങനെയാണ് ഈ റെസിപ്പി ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്യാൻ മറക്കണ്ട. വീഡിയോയിലേക്ക് പോകാം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നാടൻ സ്റ്റൈലിൽ ബീഫ് കറി ചെയ്യുന്ന റെസിപ്പിയാണ്. ഞാൻ അതിന് വേണ്ടിയിട്ട് 1.5 കിലോ ബീഫ്, കുറച്ച് നെയ്യോട് കൂടിയ ബീഫാണ്, കഴുകി വെള്ളം വലാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ ചെറുതായിട്ട് എല്ലൊക്കെ ഉണ്ട്. എല്ലില്ലാത്ത ബീഫാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ബീഫ് കറി വെക്കുമ്പോൾ അല്പം നെയ്യുള്ള ബീഫാണെങ്കിൽ നന്നായിട്ട് ടേസ്റ്റ് ഉണ്ടാവും. ഞാനൊരു മീഡിയം സൈസിലുള്ള 2 സവോള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി, 4 പച്ചമുളക്, 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 4 തണ്ട് കറിവേപ്പില, ഒരു 10 ചെറിയ ഉള്ളി ഇതുപോലെ നടുവേ കീറി വെച്ചിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത്. ഇനി നമുക്ക് ഈ കറിയിലേക്ക് വേണ്ട മസാലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതെല്ലാം ഞാൻ അളന്ന് വെച്ചിരിക്കുന്നതാണ്. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, കുറച്ചും കൂടി എരിവ് വേണമെങ്കിൽ അല്പം കൂടെ മുളക് പൊടി കൂട്ടിയെടുക്കാം. 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മീറ്റ് മസാല, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 3/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ് പാകത്തിന്, 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. പിന്നെ വേണ്ടത് ഒരു 3 ഗ്ലാസ് വെള്ളമാണ്. ഇത്രയാണ് നമുക്ക് ഈ കറി വെക്കാൻ വേണ്ട ഐറ്റംസ്. നമുക്കിനി കറി വെക്കാൻ തുടങ്ങാം. ഇപ്പോൾ ഒരു ചീനിച്ചട്ടി ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യമേ ഈ മസാലകളൊക്കെ ഒന്ന് റോസ്റ്റ് ആക്കി എടുക്കണം. ഒരു 1/2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഈ എണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട്. ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുവാണ്. അടുത്തതായിട്ട് മല്ലിപ്പൊടി. പൊടി കരിഞ്ഞു പോകരുത്, അപ്പോൾ ഒന്ന് തീ കുറച്ചിട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കാം. ഈ മഞ്ഞളും മല്ലിയും ഒന്ന് മൂത്തതിന് ശേഷം വേണം ബാക്കി പൊടികൾ ചേർത്ത് കൊടുക്കാൻ. കാരണം ഇത് മൂക്കാനാണ് കുറച്ച് താമസമുള്ളത്. നമ്മൾ ആദ്യമേ തന്നെ മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ മുളക് പൊടി ആദ്യമേ കരിഞ്ഞു പോകും, മല്ലിപ്പൊടി മൂക്കത്തുമില്ല. മല്ലിപ്പൊടിയും മൂത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് മീറ്റ് മസാല ഇട്ട് കൊടുക്കുകയാണ്. ഗരം മസാല, മുളക് പൊടി, ഇത് നമുക്കൊന്ന് ഫ്രൈ ആക്കി കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾ ബീഫ് എടുക്കുന്നത് അളവ് കുറവാണെങ്കിൽ മസാലകളും അതനുസരിച്ച് കുറച്ചെടുക്കണം. ബീഫ് ഇതിലും കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ മസാലകൾ അല്പം കൂടി കൂട്ടിയെടുക്കണം. ഞാനിപ്പോൾ 1.5 കിലോ ബീഫിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഈ പൊടിയും കരിഞ്ഞു പോകാതെ നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ ഈ മസാല പച്ചമുളകൊക്കെ ഒന്ന് മാറി മൂത്ത് വന്നിട്ടുണ്ട്. ഞാനിതൊരു പ്ലേറ്റിലേക്ക് കോരി തണുക്കാൻ വെക്കുവാണ്. അതിനുശേഷം നമുക്കിത് ആദ്യമേ ഒന്ന് പൊടിച്ചെടുക്കുക, വെള്ളം ഒഴിക്കാതെ. അതിനുശേഷം വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റാക്കി ഒന്ന് അരച്ചെടുക്കണം. അതല്ലെങ്കിൽ ആ ഗ്രേവിയിൽ ഒരു തരിതിരിപ്പുണ്ടാവും. ഒന്ന് നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുക്കുവാണെങ്കിൽ ഗ്രേവി നല്ല സ്മൂത്തി ആയിട്ടിരിക്കും. നമ്മൾ മസാലകളെല്ലാം വറുത്തത് നല്ല പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് ഈ ബീഫിലേക്ക് ഇതൊന്ന് തിരുമ്മി വെക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കുവാണ്. ഇനി കൈകൊണ്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ സവോളയൊക്കെ ഒന്ന് വഴറ്റി വരുമ്പോഴത്തേനും ഈ മസാല ഇറച്ചിയിലേക്ക് നന്നായിട്ട് പിടിക്കും. നിങ്ങൾക്ക് കുക്കറിൽ വേവിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്തെടുത്ത് കുക്കറിൽ ഇട്ടിട്ട് ഒരു 3 വിസിൽ വരെ അടിച്ച് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ പിഞ്ച് ബീഫ് ആയതുകൊണ്ട് ഞാൻ ചീനിച്ചട്ടി തന്നെയാണ് ഇത് ഫുള്ളായിട്ട് കുക്ക് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് കുക്കറിൽ വെക്കണം എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കുക്കറിലിട്ട് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒരു 3, അതല്ലെങ്കിൽ നിങ്ങളെടുക്കുന്ന ബീഫിൻ്റെ വേവ് അനുസരിച്ച് വേവിച്ചെടുത്താൽ മതി. ഇത് നമുക്ക് സൈഡിലേക്ക് വെക്കാം. നമ്മൾ മസാലകൾ ചൂടാക്കി അതേ ചീനിച്ചട്ടി തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് എന്തേരം വെളിച്ചെണ്ണ ആവശ്യമുണ്ടോ അത്ര ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ കുറച്ച് നെയ്യൊക്കെയുള്ള ബീഫാണെങ്കിൽ ഒരുപാട് വെളിച്ചെണ്ണയുടെ ആവശ്യമില്ല. ഞാനിപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. പൊടി ചൂടാക്കിയപ്പം 1/2 ടേബിൾ സ്പൂൺ ഒഴിച്ചിരുന്നല്ലോ, അപ്പോൾ 2 ടേബിൾ സ്പൂൺ ടോട്ടൽ എടുത്തിട്ടുണ്ട്. ഈ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂൺ കടുക് പൊട്ടിക്കുവാണ്. കടുക് പൊട്ടി തീരാനാവുമ്പോഴത്തേക്കും ഒരു 1/4 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി തീർന്നിട്ടുണ്ട്. ഞാൻ ഇഞ്ചി ചേർത്ത് കൊടുക്കുകയാണ്. വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില വഴറ്റി കൊടുക്കാം. ഈ ഇഞ്ചി വെളുത്തുള്ളിക്കൊന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. സവോള ചേർത്ത് കൊടുക്കാം. അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ബീഫിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതനുസരിച്ച് മാത്രമേ ഇവിടെ ഉപ്പിടാവുള്ളൂ. ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഈ സവോള ഇപ്പോൾ ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. നമുക്ക് മസാല തിരുമ്മി വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മസാലയും സവോള എല്ലാം കൂടെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ ഒരു 2 മിനിറ്റ് ആ സവോളയിൽ കിടന്ന് ബീഫ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് നമുക്ക് ഗ്രേവിക്ക് അനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാൻ മിക്സിയുടെ ജാറിലേക്ക് തന്നെ വെള്ളം ഒഴിച്ചിട്ട് അരപ്പോട് കൂടി അങ്ങ് ഒഴിച്ചു കൊടുക്കണം. 2.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഗ്രേവിക്ക് അനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം.
പിന്നെ ഇത് വെന്ത് വരുമ്പോഴത്തേക്കും ഈ ബീഫിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വരും. നിങ്ങൾക്ക് അല്പം കൂടെ ചാറ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചൊരു വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ഇപ്പോൾ ചേർത്ത് കൊടുക്കുവാണ്. ആ മസാലയൊക്കെ പിടിച്ച് ആ തേങ്ങാക്കൊത്തിനും ഒരു ടേസ്റ്റ് ആവും. കുറച്ചും കൂടി തേങ്ങാക്കൊത്ത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കാം. കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഒന്ന് തിളച്ച് തുടങ്ങട്ടെ. ഉപ്പൊന്ന് ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ഉപ്പ് കുറച്ചും കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. എങ്കിലാണ് ആ ബീഫിലേക്ക് ഉപ്പൊക്കെ കറക്റ്റായിട്ട് പിടിക്കുകയുള്ളൂ. എനിക്ക് ഉപ്പിൻ്റെ കുറവുണ്ട്, കുറച്ച് ഉപ്പുകൂടിയും ചേർത്ത് കൊടുക്കണം. നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇത് തിളപ്പിച്ചതിന് ശേഷം, തിള വന്നതിന് ശേഷം നമുക്കിത് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വേവിച്ചെടുക്കാം. ഞാനിതൊന്ന് അടച്ചു കൊടുക്കുകയാണ്. ഈ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഞാൻ ഈ ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ചെറിയ ഉള്ളി നമ്മൾ വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല, അതങ്ങനെ തന്നെ ചേർത്ത് കൊടുത്താൽ മതി. വീണ്ടും അടച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നാടൻ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലേക്ക്. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വരെ. അതുവരെ എല്ലാവർക്കും ബൈ.